അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 6 തിങ്കളാഴ്ച. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലാണ് അറസ്റ്റ്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി PV അൻവർ MLA ഉൾപ്പെടെ കണ്ടാലറിയുന്ന 11 പേർക്കെതിരെയാണ് കേസ്. കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തവനൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. പോരാട്ടം തുടരുമെന്ന് PV അൻവർ റിമാൻഡിന് പിന്നാലെ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്നായിരുന്നു PV അൻവറിന്റെ ആദ്യ പ്രതികരണം. പിണറായിയുടെ ഇഷ്ടം എന്താണോ അത് നടക്കുമെന്നും ഗുണ്ടാത്തലവനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ നാടകമെന്നും ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ തെളിവാണിതെന്നും അൻവർ പറഞ്ഞു. കരുളായി ഉൾവനത്തിൽ ശനിയാഴ്ച രാത്രി മണി എന്ന ആദിവാസിയെ കാട്ടാന അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് MLAയുടെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. അൻവർ പൊതുപ്രവർത്തകനും MLAയുമാണെന്നും പിടികിട്ടാപ്പുള്ളിയല്ലെന്നും അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചുവെന്നും അതിന് പിന്നാലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും സുധാകരൻ പറഞ്ഞു. PV അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഭരണകൂട ഭീകരതയാണെന്ന് രമേശ് ചെന്നിത്തല. അദ്ദേഹം ഒരു MLA ആണെന്നും അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുൻകാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി സർക്കാർ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖം കാണിക്കുന്ന സംഭവമാണിതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണി കൊല്ലപ്പെട്ട സംഭവം വനം വകുപ്പ് നടത്തിയ കൊലപാതകമാണെന്ന് PV അൻവർ MLA. മണി എന്ന യുവാവ് 2.5 മണിക്കൂർ രക്തം വാർന്നു കിടന്നുവെന്നും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയെന്നും തെരുവ് പട്ടിയുടെ വില പോലും മനുഷ്യജീവന് നൽകുന്നില്ലെന്നും MLA പ്രതികരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് MLAയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത്. മലപ്പുറം കരുളായിയിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവ് മണിയുടെ കുടുംബത്തെ ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ്. മണിയുടെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും ഭിന്നശേഷിക്കാരിയായ മൂത്ത മകളുടെ ചികിത്സ വനം വകുപ്പ് ഏറ്റെടുക്കുമെന്നും DFO അറിയിച്ചു. മണിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപ ധനസഹായം ഉടൻ നൽകുമെന്നും സൌത്ത് വയനാട് DFO അറിയിച്ചു. കലാപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നാക്കമായതിന്റെ പേരിൽ ഒരു തരത്തിലും വിവേചനം അനുഭവിക്കാൻ പാടില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഓരോ സ്കൂളും മത്സരബുദ്ധിയോടെയാണ് വിദ്യാർത്ഥികളെ ഇതിനായി തയ്യാറെടുപ്പിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ ചില കുട്ടികൾക്കെങ്കിലും അത് സാമ്പത്തിക ബാധ്യതയായി തീരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനാവശ്യ ധാരാളിത്തം ഒരിടത്തും ഇല്ലാതിരിക്കാനും അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്നലെയും ശിവൻകുട്ടി ഉച്ചയ്ക്ക് കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു. ഇതുവരെ കലോത്സവം സംബന്ധിച്ച് പരാതികളൊന്നും എത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സൌജന്യ യാത്രാ സൌകര്യം ഒരുക്കി KSRTC. 10 ഇലക്ട്രിക് ബസ്സുകളാണ് കലോത്സവത്തിനായി സർവീസ് നടത്തുന്നത്. വിവിധ വേദികളെ ബന്ധിപ്പിച്ച് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണിവരെയാണ് KSRTC ബസ് സർവീസ് നടത്തുന്നത്. വേദികളിൽ നിന്നും പുത്തരിക്കണ്ട മൈതാനത്തെ ഭക്ഷണ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമായും ബസ് സർവീസ്. മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോയി NCP. AK ശശീന്ദ്രനെ മാറ്റി തോമസ് K. തോമസിനെ മന്ത്രിയാക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയോട് വ്യക്തമാക്കിയതോടെയാണ് NCP വഴങ്ങിയത്. ഇനി അവകാശവാദം ഉന്നയിക്കില്ലെന്ന് PC ചാക്കോ ഭാരവാഹി യോഗത്തെ അറിയിച്ചു.
കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ സർക്കാരിനോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അനിൽ അംബാനിയുടെ കമ്പനികൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് RCFL-ൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60.80 കോടി രൂപ നിക്ഷേപിച്ച് സംസ്ഥാന ഖജനാവിന് 101 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി പാണക്കാട് സാദിഖലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചുകാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമെല്ലാം അടങ്ങിയതായിരുന്നുവെന്നും സാദിഖലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമെന്നും ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്നും UDF കൺവീനർ MM ഹസൻ. പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്നും ആരെയെങ്കിലും പുകഴ്ത്തിയതുകൊണ്ട് തീരുമാനത്തിൽ എത്തിയെന്ന് പറയാൻ ആകില്ലെന്നും ലീഗ് നേതാവ് MK മുനീറും പറഞ്ഞു. മുഖ്യമന്ത്രിയെ മുസ്ലിം ലീഗ് നിശ്ചയിച്ച് നൽകാറില്ലെന്നും അങ്ങനെയൊരു കീഴ്വഴക്കം ലീഗിനില്ലെന്നും തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 1 വർഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ലെന്നും എല്ലാവരും എല്ലാവരെയും പുകഴ്ത്താറുണ്ടെന്നും ആരെയും ഇകഴ്ത്താറില്ലെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണെന്നും എന്നാൽ മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇതെന്നും മുരളീധരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ 9 പേരെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കുറ്റവാളികളായ രഞ്ജിത്ത്, സുധീഷ് ശ്രീരാഗ്, അനിൽകുമാർ, സജി, അശ്വിൻ, പീതാംബരൻ, സുബീഷ്, സുരേഷ് എന്നിവരെയാണ് ജയിൽ മാറ്റിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് മാറ്റിയതെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. തങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ബന്ധുക്കൾക്കടക്കം വന്നുകാണാൻ ഇതാണ് നല്ലതെന്നും പ്രതികൾ പറഞ്ഞിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ സന്ദർശിച്ചു. കോടതി വിധി അന്തിമമല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നുമായിരുന്നു ജയരാജന്റെ പ്രതികരണം. CPM-കാർ കൊല്ലപ്പെടുമ്പോൾ ധാർമ്മിക ബോധം കാശിക്ക് പോയോ എന്നും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടേണ്ടവരാണെന്നാണോ ധാരണയെന്നും ജയരാജൻ ചോദിച്ചു. അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിടങ്ങളും അതിനനുയോജ്യമായ സൌകര്യങ്ങളും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള കേരള സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. അടാട്ട ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉമാ തോമസിന് പരിക്കേറ്റ കൊച്ചിയിലെ പരിപാടിയെപ്പറ്റി ഗിന്നസ് ബുക്ക് അധികൃതരോട് വിവരം തേടാൻ കൊച്ചി സിറ്റി പോലീസ്. ഗിന്നസുമായി മൃദംഗ വിഷൻ ഒപ്പിട്ട കരാർ രേഖകൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുമെന്നും അറിയിച്ചു. സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് തീരുമാനം. അതേസമയം അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയെന്ന് അധികൃതർ അറിയിച്ചു. വയനാട്ടിലെ DCC ട്രഷററുടെയും മകന്റെയും മരണം കൊലപാതകം തന്നെയെന്ന വിമർശനവുമായി LDF മുൻ കൺവീനർ EP ജയരാജൻ. വെട്ട് നോക്കി നടക്കുന്നവർ ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ എന്നും വെട്ടിന്റെ കണക്ക് നോക്കി സിദ്ധാന്തം എഴുതാനാണ് പലർക്കും താൽപര്യമെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിലെ വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ADGP മനോജ് എബ്രഹാം സർക്കാരിന് കൈമാറി. വനം, തദ്ദേശം, ഫയർഫോഴ്സ്, ജില്ലാ ഭരണകൂടം, എക്സ്പ്ലോസീവ് തുടങ്ങിയ വകുപ്പുകളുടെ വീഴ്ചയാണ് ADGP മനോജ് എബ്രഹാം അന്വേഷിച്ചത്. ഇതിലാണ് പോലീസ് ഒഴികെ മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയത്. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. മന്ത്രി സജി ചെറിയാനും രമേശ് ചെന്നിത്തലയും നേരത്തെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. കൊല്ലത്ത് പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത ശേഷം
കണിച്ചുകുളങ്ങരയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വെള്ളാപ്പള്ളിയെ ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം താൽക്കാലികമായി നിർത്തിവച്ചു. തൽസ്ഥിതി 1 മാസം വരെ തുടരാൻ ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായി. വിദഗ്ധ സമിതിയെ തീരുമാനിച്ച് 1 മാസത്തിനകം വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. അടുത്ത ഫെബ്രുവരി 5 വരെ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല. കഴിഞ്ഞ 1 വർഷം കേരളത്തിൽ നടന്ന അപകടങ്ങളെക്കുറിച്ചും അതിൽ മരണം സംഭവിച്ചവരെക്കുറിച്ചുമുള്ള കണക്ക് പുറത്തുവിട്ട് മോട്ടോർ വാഹന വകുപ്പ്. 2023 സംസ്ഥാനത്തുണ്ടായ 48,091 അപകടങ്ങളിൽ 4,080 പേർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം 48,836 അപകടങ്ങൾ ഉണ്ടായെങ്കിലും മരണപ്പെട്ടവരുടെ എണ്ണം 3,714 ആണ്. ചെറുതല്ല ആശ്വാസമെന്ന തലക്കെട്ടോടെയാണ് അപകട മരണനിരക്ക് കുറഞ്ഞ കണക്ക് MVD പങ്കുവച്ചത്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്താനായി സർവേ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇതിനായുള്ള സർവേ ഇന്നു മുതൽ ഈ മാസം 12 വരെ നടക്കുമെന്ന് സർക്കാർ അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയുടെ ദുരന്തമാണ് AAP എന്നും ഇത്തവണ ദില്ലിയിൽ സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് ജനങ്ങൾ അവസരം നൽകണമെന്നും മോദി അഭ്യർത്ഥിച്ചു. ദില്ലിയിൽ എല്ലാ വികസനവും നടപ്പാക്കുന്നതും ചേരി പ്രദേശത്തുള്ള ആളുകൾക്ക് വീടുകൾ നൽകുന്നതും കേന്ദ്രമാണെന്നും ഇക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും BJP പ്രവർത്തകരോട് മോദി ആഹ്വാനം ചെയ്തു. കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനത്തും BJP അധികാരത്തിലെത്തണമെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJP നൽകിയ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കെജ്രിവാൾ മോദിയെ വെല്ലുവിളിച്ചു. ഡൽഹിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത BJPക്ക് എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ ധൈര്യം വരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വയനാട് MPയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായി പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി BJP നേതാവ് രമേശ് ബിധുരി. താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിള പോലെ മിനുസമുള്ളതാക്കുമെന്നായിരുന്നു മുൻ MPയുടെ പരാമർശം. പ്രിയങ്ക ഗാന്ധിക്കെതിരായ രമേശ് ബിധുരിയുടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. BJP സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത് BJP ഉന്നത നേതൃത്വം പ്രിയങ്കയോട് കൈകൂപ്പി മാപ്പ് ചോദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബിധുരിയുടെ പരാമർശത്തിനെതിരെ ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി. പ്രിയങ്ക ഗാന്ധിക്കെതിരായി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വിവാദമായതോടെ പിൻവലിച്ച് BJP മുൻ MPയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയുമായ രമേശ് ബിധുരി. പരാമർശത്തിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും വാക്കുകൾ തിരിച്ചെടുക്കുന്നുവെന്നും ബിധുരി പറഞ്ഞു. KSRTC കർണാടകയിലേക്ക് നടത്തുന്ന സർവീസുകളിൽ ടിക്കറ്റ് നിരക്കിൽ വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് നടപടി. ബസ് നിരക്ക് 15% വർദ്ധിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായി നിയമ പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് അറിയിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമയ്ക്ക് സമീപം കൃഷ്ണമൃഗത്തെ പുള്ളിപ്പുലി ആക്രമിച്ചു കൊന്നു. മറ്റ് 7 കൃഷ്ണമൃഗങ്ങൾ പുള്ളിപ്പുലിയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ ഞെട്ടലും പരിഭ്രാന്തിയും കാരണം ഓടിയപ്പോൾ ഷോക്കേറ്റ് ചത്തെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തെ തുടർന്ന് പാർക്ക് 48 മണിക്കൂർ താൽക്കാലികമായി അടച്ചിട്ടു. ഗുജറാത്തിലെ പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന 3 പേർ മരിച്ചു. കോസ്റ്റ് ഗാർഡ് വിമാനത്താവളത്തിന് സമീപമാണ് സംഭവം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ALH ധ്രുവ് എന്ന ഹെലികോപ്റ്ററാണ് തകർന്നത്. പതിവ് പരിശീലന പറക്കലിനിടെയായിരുന്നു അപകടം. ഛത്തീസ്ഗഡിൽ കാണാതായ മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം ബസ്തറിലെ പ്രമുഖ കരാറുകാരന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ബസ്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകനും യൂട്യൂബറുമാണ് കൊല്ലപ്പെട്ട മുകേഷ് ചന്ദ്രകാർ. മുകേഷിന്റെ യൂട്യൂബ് ചാനലിലൂടെ സുരേഷ് ചന്ദ്രകാർ എന്ന കരാറുകാരൻ കോടികൾ ചെലവിട്ട് റോഡ് നിർമ്മിച്ചതിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ചെയ്ത റിപ്പോർട്ട് വലിയ ചർച്ചയായിരുന്നു.
സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു. ഇന്ത്യയിൽ ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്ന് 6 VPN ആപ്പുകൾ പിൻവലിച്ച് ആപ്പിളും ഗൂഗിളും. ഇന്ത്യയുടെ 2022 സൈബർ സുരക്ഷാ ചട്ടം പ്രകാരമാണ് ഈ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളും ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പിളും പിൻവലിച്ചതെന്നാണ് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിൽ ഏകദേശം 300 യാത്രക്കാരുമായി പറന്നുയരാൻ തുടങ്ങുന്നതിനിടെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തീപിടിച്ച് 2 ചക്രങ്ങൾ പൊട്ടിത്തെറിച്ചു. മെൽബൺ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസിന്റെ EY461 വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങളിലാണ് സംഭവം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പഞ്ചാബ് എഫ്സിക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. 2 പേർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി 9 പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 1 ഗോളിന് ജയിച്ചു. നിലവിൽ 17 പോയിന്റുമായി 9ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. 15 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീം 5 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 8 എണ്ണം പരാജയപ്പെട്ടു. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി BCCI ഇന്ന് യോഗം ചേരും. ബോർഡർ ഗവാസ്കർ ട്രോഫി നഷ്ടമായതിന് പിന്നാലെയാണ് പെട്ടെന്ന് യോഗം ചേരാൻ BCCI തീരുമാനിച്ചത്. രോഹിത് ശർമ്മ തന്നെയായിരിക്കും ടീമിനെ നയിക്കുക. നേരത്തെ രോഹിത്തിനെ ഒഴിവാക്കുമെന്നും ഹാർദിക് പാണ്ഡ്യ നായകനായേക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി 10 വർഷത്തിനു ശേഷം തിരിച്ചുപിടിച്ച് ഓസ്ട്രേലിയ. 5ാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസീസ് ടെസ്റ്റ് പരമ്പര ജയിച്ച് കിരീടം തിരിച്ചുപിടിച്ചത്. 3-1 ഓസീസ് പരമ്പര നേടിയത്. തോൽവിയോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മോഹവും അസ്തമിച്ചു. 6-141 എന്ന നിലയിൽ 3ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് കേവലം 16 റൺസ് കൂടി നേടിയപ്പോൾ ശേഷിച്ച 4 വിക്കറ്റും നഷ്ടമായിരുന്നു. തുടർന്ന് 171 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസിന്റെ 3 വിക്കറ്റുകൾ തുടക്കത്തിലെ വീഴ്ത്തി പ്രസിദ്ധ് കൃഷ്ണ പ്രതീക്ഷ നൽകിയെങ്കിലും 34 റൺസെടുത്ത ട്രാവിസ് ഹെഡും 39 റൺസെടുത്ത ബ്യൂ വെബ്സ്റ്ററും ചേർന്ന് ഓസീസിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇരു ടീമിലെയും ബൌളർമാർ നിറഞ്ഞാടിയ മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയ്ക്ക് ബൌൾ ചെയ്യാനാകാതെ വന്നത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായി. 1-5 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച ജസ്പ്രീത് ബുംറയാണ് പരമ്പരയിലെ താരം. 10 വിക്കറ്റ് വീഴ്ത്തിയ ബോളണ്ട് കളിയിലെ താരമായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.